അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീർസ അസദുല്ലാ ഖാൻ ഗാലിബ്, ഉറുദുവിലെ വളരെ വിശ്വവ്യാഖ്യാതമായ ഗസൽ ഗസൽ പറയുന്ന കവിയാണ് ഗാലിബ്, മീർസ അസദുല്ലാ ഖാൻ ഗാലിബ്. നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് 3 ഘട്ടത്തിലൂടെ നമ്മൾ ഈ ക്ലാസ് പോകുന്നത്. ഒന്ന് നമ്മൾ പഠിക്കുന്നത്, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു കവിനെ കുറിച്ച് പഠിക്കേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അയാളുടെ ഹയാത്ത്, അയാളുടെ ജീവിതം എന്താണ്, അയാളുടെ സവാൻ ഹുംരി എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് നമ്മൾ പഠിക്കണം. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹം ഷായരി, അദ്ദേഹത്തിന്റെ ഷായരിനെ കുറിച്ചിട്ടാണോ കവിതയെ കുറിച്ചിട്ടാണ് നമ്മൾ രണ്ടാമത് പഠിക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സിലബസിൽ തന്ന അദ്ദേഹത്തിന്റെ ഏത് കവിതയാണോ ആ കവിതയെ നമ്മൾ എന്ത് ചെയ്യണം, നിരൂപണം നടത്തി വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. ഗസല് 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യണ ഓർഡർ എങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മൾ ആദ്യം ഗാലിബ് എന്നുള്ള കവി ഉറുദുവിൽ എത്രമാത്രം വേറിട്ട് നിൽക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് മറ്റു കവികളിൽ നിന്നും എന്ത് കാര്യങ്ങളാണ് ഗാലിബിനെ മറ്റു കവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കാരണം ഗാലിബിന്റെ ദീവാന്, അതിന്റെ കാവ്യ സമാഹാരം അത് ചെറിയൊരു സമാഹാരമാണ്. ഏകദേശം 1600 വരികൾ, അഷ്ആറുകൾ ഉൾപ്പെട്ട ഒരു കാവ്യ സമാഹാരമാണ്. അദ്ദേഹത്തിന്റെ ഗസലുകളുടെ മൊത്തം വരികളുടെ എണ്ണം 1500-600 ഇടയിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും ചെറിയ അദ്ദേഹത്തിന്റെ ദീവാനെ ഗാലിബ്, അതിന് ഒരുപാട് അതിന്റെ ഒരുപാട് തശ്രീഹുകൾ, വിവർത്തനങ്ങൾ എന്തുണ്ട് വന്നിട്ടുണ്ട്. വിവർത്തനങ്ങൾ പറഞ്ഞാല് അതിന്റെ ഓരോ കവിതകളുടെ അതിന്റെ ഉദ്ദേശങ്ങൾ ഉണ്ടാവൂലേ, അതിനെപ്പറ്റി എഴുതുന്ന തശ്രീഹുകൾ കണ്ടമാനം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഗാലിബിന്റെ ഈ കവിതാ സമാഹാരത്തിന് ഇത്രയധികം തശ്രീഹുകൾ വന്നു? എന്താണ് ഈ ഗാലിബിനെ മറ്റു കവികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്? എന്തുകൊണ്ടാണ് ഈ സമകാലഘട്ടത്തിൽ ഗാലിബ് എന്നുള്ള 1860 മുതൽ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ കടന്നുപോയ ഈ കവിക്ക് ഇന്ന് 20ാം നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിൽ എന്ത് പ്രാധാന്യമാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗാലിബിന്റെ ഷായരിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹയാത്ത്, മുമ്പുള്ള ജീവിതത്തെ, ചെറിയ തോതിൽ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്താണെന്നാണ് ചർച്ച ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗാലിബിന് നിങ്ങൾ സിലബസിൽ കൊടുത്ത തുടങ്ങിയ മനോഹരമായ ആ ഗസല് നമ്മൾ എന്താവുന്നതാണ് പഠിക്കുന്നതാണ്. നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് രണ്ടാമതാണ് വരേണ്ടത്, പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഷായരിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നത്. നോക്കാം. ആരാണ് മിർസ അസദുല്ലാ ഖാൻ ഗാലിബ്? मिर्जा असदुल्ला खान गालिब उर्दू के सबसे अहम गजल गो शायर है. നമ്മൾ ഗാലിബിനെ പറ്റി എഴുതുമ്പോൾ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്എ മോഡൽ ചോദ്യം ഇതിന്ന് വരാൻ സാധ്യതയുണ്ട്. ഗസലിന്റെ ടൈപ്പിൽ നിന്ന് ഏതെങ്കിലും എസ്എ മോഡൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താ ചോദിച്ചാൽ, ഗാലിബിന്റെ ഖുതൂത്തിനിഗാരിക്ക് ഖുസൂസിയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാലിബിക്ക് ഗസൽ ഗോയിക്ക് ഖുസൂസിയാത്ത്, ഗസൽ ഗോയിക്ക് ഖുബിയാൻ, ഗസൽ ഗോയിക്ക് ഖുബിയാൻ, ഗാലിബിന്റെ ഗസലിന്റെ പ്രത്യേകതകള് എന്തൊക്കെയാണ് ചോദിച്ചിട്ട് അതിന്റെ നിങ്ങളോട് എന്ത് ചെയ്യാം, എഴുതാൻ പറയും. അപ്പൊ അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ചെറിയൊരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതിപാദിക്കണം. അതിനുശേഷം നിങ്ങൾ ചെറിയ ഒരു പാരാഗ്രാഫിൽ ഒതുങ്ങുന്ന ചെറിയൊരു 2-4 വരിയില് ബാക്കി മുഴുവൻ നിങ്ങൾ വിവരിക്കേണ്ട എന്താണ്, ഗാലിബിന്റെ ഷായരിയുടെ ഖുസൂസിയത്താണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഗാലിബ് ഉറുദു के सबसे अहम गजल गो शायर है. ഗാലിബ് ഉറുദുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസൽ ആലപിക്കുന്ന, ഗസൽ പറയുന്ന കവിയാണ്. അപ്പൊ ഒന്ന് കിട്ടി നമുക്ക്. ഗാലിബ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഗാലിബ് ഉറുദു के सबसे अहम गजल गो शायर है. പിന്നെ അടുത്തത് ഈ ഗാലിബ് ഒന്ന് അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞു. നമ്മളുടെ അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, ഗാലിബിനെ ഇൻ ഷായിറോ മേ ഹേ. ഗാലിബ് ആരാണ്? എന്ന് പറഞ്ഞാൽ ഗാലിബ് ഇൻ ഷായിറോ മേ ഹേ, ഈ കവികളിൽപ്പെട്ട ഒരാളാണ് ആര്, ഗാലിബ്. ജിൻകെ ഹാം, അദ്ദേഹത്തിന്റെ അടുക്കൽ എന്തുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന്റെ കവിതകളിൽ ജിൻകെ മാസീബി ജിന്ദ ഹോത്താ ഹൈ, അതിന്റെ നമ്മൾ പോയ കാലഘട്ടം, ഭൂതകാലം എന്ത് ചെയ്യുന്നു, അതിൽ ജീവിച്ചിരിക്കുന്നുണ്ട്.
പിന്നെ മുസ്തഖബിൽ की आहट भी होती है, അതിൽ എന്താണ് ഭാവിന്റെ ശബ്ദവും. ആഹട്ട് എന്ന് പറഞ്ഞാൽ ചെരുപ്പടി ശബ്ദത്തിനാണ് എന്താ പറയാ ആഹട്ട് എന്ന് പറയാ. മുസ്തഖബിൽ की आहट भी होती है, അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഭാവിയുടെ പിന്നെ കാലടി ശബ്ദവും നമുക്ക് എന്ത് ചെയ്യാം കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ റൂഹെ അസർ की धड़कन भी सुनाई देती है, അസർ എന്ന് പറഞ്ഞാൽ സമകാലികഘട്ടത്തിന്റെ ആത്മാവും അവിടെ നീങ്ങുന്നതാണ്. ആത്മാവിന്റെ ഹൃദയസ്പന്ദനം. ധടക്കൻ എന്ന് പറഞ്ഞാണ് ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഹൃദയ സ്പന്ദനവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ. എന്ന് പറഞ്ഞാൽ ഒരു കവിയാക്കി മാറ്റുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സൽ ആഫാക്കിയത്താണ്. അതായത് പിന്നെ എന്താണ് ജമാനോ മക്കാൻ സെ ബാലാക്കർ ഉസ്കാ കോയി മക്കാം ഹോനാ ചാഹിയേ. അതായത് ഏത് ഫൻപാര ആയിക്കോട്ടെ, ഏത് കലാസക്തി ആയിക്കോട്ടെ, ഷായരി शेर हो या अदब के किसी भी सिनफ से ताल्लुक रखने वाला सिनफ सुखन हो, जो अपने अंदर पूरे जो कायनात है या पूरे जो जमाना है, माजी हो या हाल मुस्तकबिल, उसके पूरे को मुस्तमिल करना चाहिए. അതായത് എല്ലാ കാലഘട്ടത്തിലെ ജനങ്ങളുടെയും വികാര വിചാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ അല്ലെങ്കിൽ തന്റെ സാഹിത്യ കൃതിയിലൂടെ വികാര വിചാരങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആവിഷ്കരിക്കേണ്ടത്. ഇത് ആരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്? ഗാലിബിന്റെ അടുത്ത് നമുക്ക് എന്താവുന്നതാണ് കാണാൻ സാധിക്കുന്നതാണ്. ജിൻകെ ആ മാസി ഭി സിന്ദ ഹോത്താ ഹൈ, ഭൂതകാലവും അത് ജീവിച്ചിരിക്കുന്നുണ്ട്. മുസ്തഖബിൽ की आहट भी होती है और रूहे असर की धड़कन भी सुनाई देती है. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതി കഴിയണം. ഓക്കെ, അടുത്തത് അടുത്തത് നമ്മൾ പറയണത് ഗാലിബിന്റെ ഉൻകി ഷായരിക്ക് ഖുസൂസിയാത്താണ്. ഗാലിബിന്റെ കവിതകളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. കുറച്ച് പ്രത്യേകതകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ പ്രത്യേകത നിർബന്ധമായിട്ട് ഓരോ കുട്ടികളും എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘടകം എന്താണ്? ജസ്ബെ സെ സിയാദ ഫിക്രി അനാസിർ പർ സോർ. ഗാലിബിന്റെ കവിതന്റെ ഒരു പ്രത്യേകത ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഴുതേണ്ടത് ഓരോന്നായിട്ട് നമ്മൾ ഗാലിബിന്റെ ഖുത്തൂത്തിനിക്കാരിന്റെ രീതിയിലെ അതേമാതിരി നമ്മൾ എഴുതണത് അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം. ഒന്ന് എന്താണ്? ജസ്ബേസ് സിയാദ ഫിക്രി അനാസിർ പർ സോർ. അതായത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് വികാര വിചാരങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു മാധ്യമം ഏതാണ്? കവിതയാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? വികാരങ്ങൾക്ക് ഓരോന്നിനും പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ കവിതയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഓരോ നിമിഷങ്ങളിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വികാര വിചാരങ്ങൾ എന്ത് ചെയ്യുന്നു കടന്നു പോകുന്നുണ്ട്. ഈ വികാര വിചാരങ്ങളെ ആവിഷ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച മാധ്യമം ഏതാണ്? കവിതയാണ്. യാതൊരു സംശയവുമില്ല. എന്നാല് ഗാലിബിന്റെ കവിത വായിച്ചു കഴിഞ്ഞാല് അതിൽ ജസ്ബ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ചോദിച്ചേക്കാം, എന്ത് സാറേ ജസ്ബ ഉണ്ടാവില്ലേ, വികാരങ്ങളുടെ ആവിഷ്കാരല്ലേ? തീർച്ചയായും ഉണ്ട്, നിർബന്ധമാണ്. അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാൻ നമുക്ക് എന്താണ് സാധിക്കുന്നതാണ്. ജസ്ബേസി സിയാദ ഫിക്രി അനാസിർ പർ സോർ. അദ്ദേഹത്തിന്റെ എന്താണ് വികാരത്തെക്കാളും കൂടുതൽ എന്താണ് ചിന്താകരമായ ഘടകങ്ങള്. ഫിക്രി അനാസിർ പറഞ്ഞാല് പിന്നെ എന്താ പറയാ ഇന്റലക്ച്വൽ എലമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫിക്ർ പറഞ്ഞ ചിന്ത എല്ലാവർക്കും പറയാം. ഫിക്രി അനാസിർ പറഞ്ഞാലോ? അനാസിർ പറഞ്ഞ എലമെന്റ് എന്താണ്? എലമെന്റിനാണെന്ന് പറയാ അനാസിർ പറയാം. അനാസിർ പർ സോർ. സോർ പറഞ്ഞാണ് ഊന്നി നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് സാധിക്കുന്നതാണ്. ജസ്ബി കാണാൻ സാധിക്കുന്നതാണ്. ജസ്ബിനെക്കാളും കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ് ഫിക്രി അനാസിർ പർ സോർ. ഫിക്രി അനാസിർ പറഞ്ഞ എലമെന്റ്സ് ഘടകങ്ങൾ അല്ലെ, ചിന്താപരമായ ഘടകങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യാം. രണ്ടാമതായിട്ട് ഗാലിബിന്റെ ഷായരിന്റെ പ്രത്യേകതകൾ എന്താണ്? രണ്ടാമതായിട്ടുള്ളത് എന്താണ്? ഫാരിസി അൽഫാസോ തറാക്കിബ് ക ബർമാർ. ഇത് വളരെ കുട്ടികളെ പ്രത്യേകിച്ചും എന്താണ് ഉറുദുദാൻ തബക്കയ്ക്ക് തുലബാ के लिए बड़ी मुश्किल पैदा कर सकती है. വലിയൊരു എന്താണ് ഈ കാര്യം എന്താണ് ഉറുദു അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഘടകം എന്താണ്? ഗാലിബിന്റെ കവിത മനസ്സിലാക്കാന്. ആ കവിത മനസ്സിലാക്കാൻ ഏറ്റവും വലിയ പ്രയാസകരം ഫാർസി അൽഫാസ് തറാക്കിബ്. ഇപ്പൊ പേർഷ്യൻ വാക്കുകൾ വേർഡ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. തറാക്കിബ് പറഞ്ഞ സ്ട്രക്ചറുകൾ നമ്മൾ പഠിച്ചില്ലേ? തെർക്കീബ് പറഞ്ഞ സ്ട്രക്ചർ, തറാക്കിബ് പറഞ്ഞ സ്ട്രക്ചറുകൾ എന്താണ്? ബർമാർ എന്ന് പറഞ്ഞാലോ ആദിക്യം. അദ്ദേഹത്തിന്റെ കവിതകളുടെ മറ്റൊരു പ്രത്യേകതയാണത്. അദ്ദേഹത്തിന്റെ കവിതകൾ കാണാൻ സാധിക്കുന്നതാണ് ഫാർസി അൽഫാസോ തറാക്കിബ് ക ബർമാർ. പറഞ്ഞ ആദിക്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുഷ്കിൽ പസന്തി. മുഷ്കിൽ പറഞ്ഞ പ്രയാസം, പസന്തി എന്ന് പറഞ്ഞാലോ
ടഫ്നെസ്. ശരിക്കും ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയല്, ഈ പസന്തി ഇവിടെ ചേർത്ത് തന്നെ എന്താണ് അതിനർത്ഥം? ടഫ്നെസ് എന്ന് പറയാം. എന്താണ് ടഫ്നെസ് പറഞ്ഞാല്? ആ ആ അവസ്ഥ, പ്രയാസമുള്ള അവസ്ഥ, ടഫ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നാലാമതായിട്ട് അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രത്യേകത തഹയ്യുൽ കി പർവാസ്. തഹയ്യുൽ പറഞ്ഞാല് ഇമാജിനേഷൻ, ഭാവനയുടെ എന്താണ്? ഫ്ലൈറ്റ്നെസ്. ഫ്ലൈറ്റ് പർവാസാണ് പറക്കുന്നല്ലേ. തഹയ്യുൽ ഭാവനയുടെ എന്താണ്? പർവാസ് ഫ്ലൈറ്റ്നെസ് ഓഫ് ഫാന്റസി ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇമാജിനേഷൻ എന്ത് ചെയ്യുന്ന, ഇമാജിനേഷന്റെ ഇത് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നതാണ്? അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് മാനി ആഫ്രീനി. മാനി ആഫ്രീനി എന്ന് പറഞ്ഞാല് മാനവരല്ല ഒരു അർത്ഥം. ആഫ്രീനി പറഞ്ഞാൽ ഉണ്ടാക്കുക. ആഫ്രീനി പറഞ്ഞാല് ഇതില്ല, എന്താണ് ആഫ്രീദൻ എന്ന് തോന്നുന്നു. ആഫ്രീനി എന്ന് പറഞ്ഞാല് പിന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് പുതിയ പുതിയ മാനങ്ങൾ ഉണ്ടാക്കുക. ഈ കവിതന്റെ പ്രത്യേകത എന്താണെന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ സംസാരങ്ങളൊക്കെ എന്താണ്, ഞാൻ പറഞ്ഞ കോണ്ടാക്സ്റ്റിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ കോണ്ടാക്സ്റ്റിന് അടർത്തിയിട്ട് അതിന് മറ്റു സന്ദർഭങ്ങളിൽ അതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ട് അതിനർത്ഥം? മാനി ആഫ്രീനി ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് സ്ഥലത്തിനും അത് നോക്കോ മാൽക്ക് ഹിസാബ്സെ നയെ നയെ മാനി ബറാമത് ഹോത്തി ഹെ. तो ऐसे शायरी को मायने आफरीनी कहते हैं. उसमें मायने आफरीनी जरूर रहेगी. അതിലെന്തായിരിക്കുന്നതാണ്? മൈനി ആഫ്രീനി എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ മൈനി ആഫ്രീനി പറഞ്ഞാല് പിന്നെ സ്ഥലങ്ങള് സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് ഇപ്പൊ ഒരു സന്ദർഭത്തിൽ അതിന് ഒരു അർത്ഥം, വേറെ സന്ദർഭത്തിൽ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വേറൊരർത്ഥം. അങ്ങനെ സന്ദർഭങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും മാറുന്നതിനനുസരിച്ച് പുതുപുത്തൻ അർത്ഥങ്ങൾ ഓരോ കവിത തന്നെയാണ്. പക്ഷെ വിവിധ അർത്ഥങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു പേര് പറയും. ആ പേരാണെന്ത്? മൈനി ആഫ്രീനി. ഈ മൈനി ആഫ്രീനി ഗാലിബിന്റെ കവിത വായിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും എന്താണ്, ഇപ്പൊ തസ്നി എന്ത് 2022 എന്താണ് തുടങ്ങുന്ന വാലി ഗസൽ आपने पढ़ी है, आपने एक मायने आपके समझ में आ भी गई, वही चीज हो गया. लेकिन जब हम आज से 25 साल बाद 25 വർഷത്തിന് ശേഷം എന്ത് ചെയ്യാണ് ഇതേ കവിത വായിക്കുമ്പോൾ എന്റെ എക്സ്പീരിയൻസ്, എന്റെ ഇൽമി നോളജ് ഒക്കെ വർദ്ധിച്ചതനുസരിച്ച് പുതുപുത്തൻ അർത്ഥങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ആ സന്ദർഭത്തിൽ ഈ ഡൽഹി തഹീന സംഘോഷ എന്നുള്ള മനോഹരമായ ഗസൽ വേറെ അർത്ഥമുള്ള വായന ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ. അതേമാതിരി ആറാമത് എന്താണ്? ഷീറോ അദബ്സെ വഫാദാരി. എന്താണ്? കവിതയോടും സാഹിത്യത്തോടും എന്താണ്? ലോയൽറ്റി പറഞ്ഞാൽ കൂറ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നതാണ്? വഫാദാരി പറഞ്ഞാല് കൂറ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എതിരെ അതായത് മൂപ്പര് എന്താവില്ല, തന്റെ കവിത, തന്റെ മനസ്സിലുള്ള ആശയങ്ങള് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരിക്കലും മൂപ്പര് എന്ത് ചെയ്യില്ല, തന്റെ കവിത ഷീറിന്റെ ഓരോ എന്താണ് ലവാസിമാത്തുകൾ ഉണ്ടാവും, തക്കാസകൾ ഉണ്ടാകും. ആ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് മൂപ്പരുടെ ഓരോ കവിതകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മൂപ്പരുടെ കവിതകളുടെ പിന്നെ ഷായരിന്റെ പ്രത്യേകതയാണെന്ത്? ജിന്ദഗി കി ബഹ്രൂബിയ. ബഹ്രൂബ് അതായത് ബഹ്രൂബ് എന്ന് പറഞ്ഞാല് നമ്മളുടെ എന്താണ് രൂപം മാറൂലേ, മേക്കപ്പിനാണെന്ന് പറയാ ബഹ്രൂബ് എന്ന് പറയാ. അതായി എന്ന് പറഞ്ഞ ചേഷ്ടികൾ, ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കുന്നതാണ്? ഗാലിബിന്റെ പിന്നെ കവിതകൾ കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ മൂപ്പരുടെ ഈ 1500 കവിതകളിൽ ജിന്ദഗി സെ കിസി ന കിസി ശോബെ സെ ഹർ ശോബെ സെ ജുടെ कम से कम एक शेर तो जरूर आपको उनकी दीवान में मिलेगी. മനസ്സിലായില്ലേ? ലഭിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ 7 പ്രത്യേകതകളാണ് ഗാലിബിന്റെ കവിതയുടെ ഷായരി പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? അദ്ദേഹത്തിന്റെ കവിതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് മനസ്സിലായിട്ടുള്ള ഷീറോ അദബ്സെ വഫാദാരി. വഫാദാരിയുടെ കൂറ്, അതായത് അദബ് എന്തിനാണ് പറയുക? ആ അദബിയത്ത് ഒരിക്കലും, അതായത് ലിറ്ററേച്ചറിന്റെ ഘടകങ്ങൾ ഒരിക്കലും എന്തെങ്കിലും മൂപ്പര് മാറ്റത്തിരുത്തിൽ വരുത്താതെ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം കവിതകൾ രചിച്ചിട്ടുള്ളത്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ പിന്നെ പ്രത്യേകതകള്. നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫിക്രു ഫൽസഫ. ഫിക്രു ഫൽസഫ എന്ന് പറഞ്ഞാൽ ഫിക്ർ എന്ന ചിന്ത, ഫൽസഫ എന്ന ഫിലോസഫി എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ നോക്കൂ, ഈ ഫിക്രു ഫൽസഫ ചിന്തയും അതുപോലെ തന്നെ തത്വശാസ്ത്രവും. നമുക്ക് അപ്പൊ ചോദിക്കും, സാറേ പിന്നെ ഗാലിബിന് മുമ്പ് പിന്നെ ഗാലിബ് से पहले किसी शायर ने उर्दू किसी शायर की शायरी में ये नहीं मिल रही, പിന്നെ ഫിക്രു ഫൽസഫ के अनासर नहीं मिल रहा है, കിട്ടുന്നില്ലേ നിങ്ങൾ എന്ത് ചെയ്താ നിങ്ങൾക്ക് ചോദ്യം വന്നേക്കാം, പറയാം നോക്കാം.
गालिब से पहले गालिबिന് മുമ്പ് उर्दू शायरी में उर्दू കവിതയിലെ जज्बात की तस्वीर कशी पर जोर दी जाती थी. നേരെ നോക്കട്ടോ, ഗാലിബിന് മുമ്പ് ഉറുദു ഷായരിമേ ഉറുദു കവിതയിൽ ജസ്ബാത്ത് വികാരങ്ങളുടെ ചിത്രീകരണത്തില് തസ്വീർ കഷി എന്ന് പറഞ്ഞാണ് തസ്വീർ ചിത്രം, തസ്വീർ കഷി എന്ന ചിത്രീകരണത്തിലെ പിക്ചറൈസേഷൻ ചെയ്യുന്നതിലാണ് എന്താണ് കൂടുതൽ പിന്നെ സോർ ദീജാ. സോർ ദേന എന്ന് പറഞ്ഞാൽ ഊന്നൽ നൽകുക, എംഫസിസ് എന്നാണ് ഇതിനർത്ഥം. സോർ ദേന എന്ന് പറയാം. ഗാലിബ് സെ പഹലെ ഗാലിബിന് മുമ്പ് ഉറുദു ഷായരി ഉറുദു കവിതയിൽ ജസ്ബാത്ത് കി തസ്വീർ കഷി पर जोर दी जाती थी. വികാരത്തിന്റെ ചിത്രീകരണത്തിൽ കൂടുതൽ ഊന്നൽ നൽകുമായിരുന്നു. ലേക്കിൻ പക്ഷേ ഗാലിബ് പഹല ഷായർ ഹേ, ഗാലിബ് वो पहला शायर है, ആദ്യത്തെ കവിയാണ്. എങ്ങനത്തെ वो पहला शायर है എങ്ങനത്തെ അറിയോ, ജിനോനെ അദ്ദേഹം ഉറുദു ഷായരിക്കോ സിഹിൻ ദിയ, ഉറുദു ഷായരിക്ക് എന്ത് ചെയ്തു, തലച്ചോറ് നൽകി. അതിനു മുമ്പ് നല്ല കവിതകൾ മീറിന്റെ ആയിക്കോട്ടെ, അതിനു മുമ്പ് എത്ര കവികൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ, ആ കവികളുടെ ഗസലൊക്കെ എടുത്തു കഴിഞ്ഞാല് അതിനൊക്കെ കഴിയ മനുഷ്യന്മാരുടെ വികാര വിചാരങ്ങളുടെ വളരെ മനോഹരമായ ചിത്രങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ദുഃഖത്തിന്റെ ആയിക്കോട്ടെ, സന്തോഷത്തിന്റെ ആയിക്കോട്ടെ, വിരഹത്തിന്റെ ആയിക്കോട്ടെ, സംഗമത്തിന്റെ ആയിക്കോട്ടെ, ഏത് വിചാരങ്ങളായിക്കോട്ടെ അതിന്റെ മനോഹരമായ ചിത്രങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. മീറിന്റെ കാണാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പുള്ള കവികളിൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഈ വികാര വിചാരങ്ങൾക്ക് എന്തിനോട് ബന്ധപ്പെട്ടതാണ്? തസ്നി എന്തിനോടാണ്? നമ്മുടെ ദിൽസെ വാബസ്ത ഹെ അല്ലേ, എന്താണ്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സുമായിട്ടാണ് അത് ബന്ധപ്പെട്ടത്. എന്നാല് ഫിക്ർ ഫൽസഫ അത് അതിന്റെ ബന്ധം എവിടെ, കണക്ഷൻ എന്തിനോടാണ്? സിഹിൻ നമ്മുടെ തലച്ചോറിനാണ്, മനസ്സിനോടാണ്, നമ്മുടെ തലച്ചോറിനോടാണ് എന്നുള്ളത് ബന്ധമുള്ളത്. നോക്കൂ, ഗാലിബ് എന്താണ്, ആ ആദ്യത്തെ കവിയാണ്. ജിനോനെ അദ്ദേഹം ഉറുദു ഷായരിക്ക് സിഹിന് ദിയ, പോയിന്റ് ആട്ടോ. ഉറുദു കവിതക്ക് എന്ത് ചെയ്തു, അദ്ദേഹം സിഹിന് തലച്ചോറ് നൽകിയത് ആരാണ്? ഗാലിബാണ്. ചിന്തിക്കാനും അതുപോലെ തന്നെ ഫൽസഫകളും ചിന്തകളും പുതിയ പുത്തൻ ചിന്തകളൊക്കെ എന്ത് ചെയ്തു, കവിതയിലൂടെ അവതരിപ്പിക്കുന്നതിന്റെ पजीराई दी उन्होंने दी दो अफकार और ख्यालात के इज़हार को उर्दू शायरी में खुसूसन उर्दू गजल गोई में रवाज दिया, प्रचलिपिച്ചു, आम किया. ये रिवायत उन्होंने आम किया है, उसका शरफ उन्हीं को हासिल है. ഈ ബഹുമതി ആർക്കാണ്, ഈ ക്രെഡിറ്റ് ആർക്കാണുള്ളത്? ഗാലിബിനാണ് കിട്ടിയ, ഹാസിൽ है, ഗാലിബിനെ ലഭിച്ചതാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് അവിടെ കഴിഞ്ഞിട്ടോ. ഇനി അടുത്തത് കഴിഞ്ഞിട്ടില്ല. ഒരു ജബാൻകു ഇസ് ഖാബിൽ ബനാ ദിയ, ഭാഷ എന്ത് ചെയ്തു, ഇത്രക്കും എന്താ യോഗ്യമാക്കി. കാബിൽ ബനാദിയ എന്ന് പറഞ്ഞാൽ ഇത്രക്കും പിന്നെ ലായിക്ക് ബനാദിയ, ഇത്രക്ക് യോഗ്യനാക്കി മാറ്റി അദ്ദേഹം. ഉസ്മേക്കെ എന്താ എത്ര ഈസ് കാബിൽ ബനാദിയ എന്ന് പറഞ്ഞാൽ എത്ര ഈസ് കാബിൽ ബനാദിയ ഇത്രമാത്രം യോഗ്യനാക്കി മാറ്റിയതിനെ കവിതയെ. കെ ഉസ്മേ ഫൽസഫിയാന ഖയാലാത്ത് കോ അദ്ദേഹ ഇസ്ഹാർ മുംകിൻ ഹോ സകെ, അതിനെന്ത് ചെയ്തു, പിന്നെ ഫൽസഫിയാന ഖയാലാത്ത് എന്താണ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള തോട്ട്സ് അല്ലെ, എന്താണ് തത്വശാസ്ത്രപരമായ ചിന്തകളുടെ ആവിഷ്കാരം സാധ്യമാക്കുന്ന വിധം ഭാഷനെ മൂപ്പർ എന്ത് ചെയ്തു, യോഗ്യമാക്കി മാറ്റി. ആരെ? ഗാലിബ്. ഇത് കാരണം ഗാലിബിനെ മുമ്പ് എന്ത് വിചാരങ്ങൾ ഇതാക്കുന്നതിന് ഒരുപാട് വേർഡുകള്, ഒരുപാട് പിന്നെ സ്ട്രക്ചറുകള് ഉറുദു ഓൾറെഡി മൗജൂദ് है, पहले से मौजूद था इन तमाम चीजें, लेकिन फिक्र और ख्याल के इजहार के लिए बाकायदा कोई उसूल नहीं था उर्दू शायरी में. ഉറുദു ശൈലി എന്നില്ല ഒരു പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഉസൂല്, ഒരു അടിസ്ഥാനം ഉറുദുവിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? അത് കൊണ്ടുവന്നത് ആരാണത്? ഗാലിബായിരുന്നു. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ എന്താണ്? ഫാരിസി അൽഫാസോ തറാക്കിബിക ഇസ്തിമാൽ, എന്താണ്, പേർഷ്യൻ വാക്കുകളും അതുപോലെ തന്നെ സ്ട്രക്ചറുകളുടെയും ഉപയോഗം. The usage of words and structure from പേർഷ്യൻ ലാംഗ്വേജിൽ നിന്ന് കണ്ടമാനം വാക്കുകള്, തെർക്കീബ്, സ്ട്രക്ചറുകൾ മൂപ്പരെന്തെങ്കിലും കടമെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തസ്നിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നേക്കാം, എന്താണ് സാറേ പിന്നെ നമ്മുടെ ഉറുദു ഭാഷയല്ലേ, അപ്പൊ ഉറുദു ഭാഷയിലല്ലേ നമ്മൾ ഗാലിബ് എന്ത് ചെയ്യുന്നത്, ഗസൽ കോയി കർത്തെ ഹെ, കവിത ആലപിക്കുന്നത്, ഷായരി ജോ കർത്തെ ഹെ वो तो उर्दू में, लेकिन फारसी अल्फाज यहाँ फारसी और अल्फाज तराकीब का क्या मकाम है, എന്ത് സ്ഥാനമുള്ളത്, क्या हैसियत है, എന്ത് സ്ഥാനമാണുള്ളത്? ചിലപ്പോ ഈ സവാൽ आपके अंदर पैदा हो रहा होगा, ഉടലെടുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അതിന് മറുപടി എന്താ ചോദിച്ചാല്, പിന്നെ ഉറുദു ജബാനിലെ ഉറുദു ജബാൻ എവിടുന്ന വന്നത്? ഉറുദു കവിത ആരംഭിച്ചത് നമ്മൾ എവിടുന്നാണ്? പേർഷ്യൻ കവിതയുടെ ചൂട് പിടിച്ചിട്ടാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് കവിത ആരംഭിച്ചത്. ഇല്ലേ? ഈ ഗസൽ പോലും ഇവിടുന്ന് വന്നിരുന്നത് പേർഷ്യനിൽ നിന്നാണ് വന്നിരുന്നത്.
അപ്പൊ ഉറുദുവിൽ ഇത്രയും വലിയ വലിയ ചിന്തകള് വ്യക്തമാക്കാൻ മാത്രം അല്ലെങ്കിൽ ആവിഷ്കരിക്കാൻ മാത്രമല്ല ആ വാക്കുകൾ ഉറുദുവിൽ ഉണ്ടായിരുന്നില്ല. ആലിബാണെങ്കിലോ വലിയ തത്വചിന്തകൾ എന്ത് ചെയ്തു ഉറുദുവിൽ അവതരിപ്പിച്ച വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ വരെ ഇല്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ മൂപ്പര് ഏതിന്റെ സഹായത്തോടെ പേർഷ്യൻ വാക്കുകളും പേർഷ്യൻ സ്ട്രക്ചറുകളുടെ സഹായത്തോടുകൂടെ തന്റെ വലിയ വലിയ ചിന്തകളെ മൂപ്പര് എന്ത് ചെയ്തു ഉറുദു ഭാഷയിൽ ഉറുദു കവിതയിൽ എന്ത് ചെയ്തു ആവിഷ്കരിച്ചു, ഇസ്ഹാർ കിയ. നോക്കാം. പേച്ചീത എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ്. പേച്ചീത എന്ന് പറഞ്ഞാല് കോംപ്ലക്സ്. पेचीदा ഖയാലാത്ത് के इज़हार के लिए पेचीदा ഖയാലാത്ത് के इज़हार के लिए എന്ന് പറഞ്ഞാല് സങ്കീർണമായ ചിന്തകളെ പ്രകടിപ്പിക്കുന്നതിനായിട്ട് ഉറുദു ഭാഷയിൽ അൽഫാസ് നാകാഫി തേ. അപ്പൊ വാക്കുകൾ എന്തായിരുന്നു, എന്താണ്, അപൂർണമായിരുന്നു. എന്താണ് നാകാഫി എന്ന് പറഞ്ഞാൽ നാകാഫി പറഞ്ഞാല് കാഫിറ മതിയാതി. എനഫല്ലാത്തിന് എന്താ പറയാ, പോരായിരുന്നു അല്ലെ, പോരായിരുന്നു. ഓക്കെ, ഞാൻ കാഫിത്തെ എന്താണ് പേചീത ഖയാലാത്ത് കി ഇസ്ഹാർ കെ ലിയെ സങ്കീർണമായ ചിന്തകളുടെ ആവിഷ്കാരത്തിനായിട്ട് ഉറുദു ഭാഷയിൽ നിന്നില്ല വാക്കുകൾ എന്തെല്ലാം പൂർണ്ണ മതിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗാലിബിനെ ഫാരിസി അൽഫാസെ പേർഷ്യൻ വാക്കുകളെ കൊണ്ട് എങ്ങനെ എഴുതേണ്ടത്, നൂതനമായ പുത്തൻ എന്ന് പറഞ്ഞാല് നൂതനമായ തറാക്കിബ് സ്ട്രക്ചറുകൾ എന്ത് ചെയ്തു തറാഷിലി എന്ന് പറഞ്ഞാല് കടഞ്ഞെടുത്തു, ഉണ്ടാക്കിയെടുത്തു. ആര്? ഗാലിബ്. തറാഷിന എന്ന് പറഞ്ഞാല് ഒരു കല്ലെന്നൊക്കെ എന്ത് ചെയ്യുന്ന നമ്മളെന്താണ് ബിംബങ്ങൾ മുജസ്സം ജോ തറാഷിലെത്തിനെ ഉസിക്കോ തറാഷിന പറഞ്ഞാല് ഉണ്ടാക്കൂ, രൂപപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് ഗാലിബ് എന്ത് ചെയ്തു ഫാർസി അൽഫാസെ പേർഷ്യൻ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് നിത്യനയെ തറാക്കിബ് തറാഷ്ലി എന്ന് പറഞ്ഞാല് പുതുപുത്തൻ സ്ട്രക്ചറുകൾ എന്ത് ചെയ്തു കടഞ്ഞെടുത്തു. ഉനെ എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറുകളില്ലേ, പേർഷ്യൻ ഭാഷയുടെ സഹായത്തോടുകൂടി അദ്ദേഹം കടഞ്ഞെടുത്ത ആ വാക്കുകളില്ലേ, അൽഫാസുകളില്ലേ, ആ സ്ട്രക്ചറുകളില്ലേ, ഉനെ എന്ത് ചെയ്തു ആ സ്ട്രക്ചർ വാക്കുകളെ എന്ത് ചെയ്തു അപ്പിനെ അഫ്കാർ കെ ഹാമിൽ ബനാദി. ഹാമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്നലെ എവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. തന്റെ ചിന്തകൾ എന്ത് ചെയ്തു, ചിന്തകൾ ഹാമിലാണ് ചുമക്കുക അല്ലെ, തന്റെ ചിന്തകൾ ചുമക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് അതാക്കി മാറ്റി. ഏതിനെ? ആ വാക്കുകളെയും ചിന്തകളെയും. ഇനി നോക്കി അടുത്തത്. അപ്പം ഇത് ഈ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് ഈ കണ്ടമോനം ഉറുദുവിന് പുറമെ പേർഷ്യൻ വാക്കുകൾ എന്താവുന്നതാണ് കാണാൻ സാധിക്കും, ഖയാലാത്തുകൾ കാണാൻ സാധിക്കും. ഇതിന് കാരണം എന്താണ്, മൂപ്പരുടെ ഖയാലാത്തുകൾ പ്രകടിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ ഉറുദുവിൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്തത് ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയണോ. ഉൻകി തറാശി ഹോയി, അദ്ദേഹം എന്ത് ചെയ്തു കടഞ്ഞെടുത്ത രൂപപ്പെടുത്തിയ അൽഫാസുകളില്ലേ, തറാക്കിബില്ലേ, ഘടനകളില്ലേ, ആജതൊക്കെ മഖ്ബൂൽ ഹേ, ഇന്നും എന്താണ് വളരെയധികം പോപ്പുലർ ആണ്. അതായത് മൂപ്പരത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സീരിയൽ ഇറക്കുന്നുണ്ട്, മൂപ്പര കവിതകളിൽ ശകലങ്ങൾ എടുത്തിട്ട് അതൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. പിന്നെ നോവലുകൾക്ക് പേര് വെക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ കണ്ടമാനം എന്താ പറയാ അൽഫാസ് തറാക്കിബ് ആജതക് മഖ്ബൂലി അദ്ദേഹം ഉണ്ടാക്കിയ ഇന്നത്തെ കവികളില്ലേ, നൗജവാൻ അസൽ ജോ ഷായർ ഹൈ ഉറുദു ഷോറ ജോ ഉനിക്ക് തറാശി ഹോയ അൽഫാസുകളില്ലേ, ഈ അദ്ദേഹം കടഞ്ഞെടുത്ത അൽഫാസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത് പുതിയ കവിതകൾ രചിക്കുന്നത്. അപ്പൊ ഇന്നും ഗാലിബിനെ മഹത്വമാക്കുന്ന മൂപ്പരുടെ എന്താണ് ആ സ്ട്രക്ചറിലെ ഘടന അത്രക്കും പെർഫെക്റ്റ് ആണ്. മൂപ്പര് പേർഷ്യൻ ഭാഷയിൽ നിന്ന് കടമെടുത്ത അതിനെ രൂപപ്പെടുത്തിയ ഉറുദു ഷായറിൽ കൊണ്ടുവന്ന ആ വാക്കുകളും ആ സ്ട്രക്ചറുകളും ഇന്നും എന്താണ് വളരെ പ്രസിദ്ധമാണ്, പോപ്പുലർ ആണ്. എത്രത്തോളം ചോദിച്ചാല് അതില്ലേ ആ മൂപ്പര് ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഇത് അൽഫാസു തറാക്കിബ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാല് ആ വാക്കുകളും അതുപോലെ തന്നെ ആ ഘടനകളും എന്ത് ചെയ്തു ഷീരി സബാൻക എന്താണ് ഭാഷ എന്താണ് ഷീരി സബാൻക എന്താണ് കാവ്യ ഭാഷയുടെ എന്ത് ചെയ്തു അട്ടൂട്ട് ഇസബൻ ഗയേ. അട്ടൂട്ട് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകം, ഇന്നെവിറ്റബിൾ പാർട്ട് ആയിട്ട് എന്ത് ചെയ്തു തീർന്നു. ഇറ്റ് ഹാസ് ബിഗെയിൻ എന്തായി മാറുന്നുണ്ട്, ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് പൊളിറ്റിക് ലാംഗ്വേജ്. കാവ്യഭാഷയുടെ ഉറുദു കാവ്യഭാഷയുടെ എന്ത് ചെയ്തു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് കവിതകൾ കണ്ടിട്ടുണ്ട്. ആ കവിതകളുടെ സ്ട്രക്ചറുകളും അവിടുത്തെ അൽഫാസും തറാക്കിബും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ എത്തിച്ചേരുന്ന ഗാലിബിന്റെ അവിടേക്കാണ് എത്തിച്ചേരുക. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാമത്തെ സവിശേഷത അതാണ്.
ഇനി മൂന്നാമത് മുഷ്കിൽ പസന്തി. മുഷ്കിൽ പസന്തി എന്ന് പറഞ്ഞാല് ടഫ്നെസ്. എന്തുകൊണ്ട് ഈ ടഫ്നെസ് അതായത് മൂപ്പര കവിത വായിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഗാലിബ് ആപ്പ് സംജയ ഖുദാ സംജയ അല്ലെ ഇന്ന സത്തായ, അപ്പൊ മൂപ്പർക്ക് പറയേണ്ടി വന്നു. ആളുകൾ മൂപ്പര കാലഘട്ടത്തിൽ മൂപ്പർ അത്ര പോപ്പുലർ ആയിരുന്നില്ല. हकीकत में उनको मिलना चाहिए था, मुल्क शोरा का जो शरफ उन्हीं को मिलना चाहिए था, लेकिन उनको ज़ौक़ മുഹമ്മദ് ഇബ്രാഹിം അല്ലെ ഇബ്രാഹിം സൗക്ക് എന്നുള്ള മഹാകവിയായിരുന്നു മൂപ്പരും. ചെറിയ കവിയല്ല, വലിയൊരു കവിയായിരുന്നു ആ കാലഘട്ടത്തിലെ. ആ കവിക്കാണ് ഇത് മുൽക്ക് ഷോറ എന്നുള്ള സ്ഥാനം അന്ന് ലഭിച്ചിരുന്നത്. അവരുടെ വഫാത്തിന് ശേഷമാണ് ഇത് ഗാലിബിനെ ചെയ്തത് കൊട്ടാര കവിയായിട്ട് മൂപ്പർക്ക് സ്ഥാനം കിട്ടിയത്. അപ്പൊ ആ കാലഘട്ടത്തിൽ മൂപ്പര് എന്ത് ചെയ്യുന്നില്ല, അത്ര പോപ്പുലർ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഇത്രമാത്രം എന്തില്ല സ്ഥാനം അദ്ദേഹത്തിന് ഉറുദു സാഹിത്യത്തിൽ ഉറുദു ഷായരിയിൽ എന്തില്ല ലഭിച്ചില്ല. ജിസ്ക വോ മുസ്തഹിഖ്, അതിന് അദ്ദേഹം അർഹനായിരുന്ന അത്രമാത്രം സ്ഥാനം അദ്ദേഹത്തിന്, പ്രശസ്തി അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുഷ്കിൽ പസന്തി ആയിരുന്നു, ടഫ്നെസ്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജിന് ടഫ്നെസ് ആയിരുന്നു. ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണം. പിന്നെ മൂപ്പര് പറയണോ ഫിക്കറാണ്, ജസ്ബകൾ വികാരങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. അപ്പോൾ എല്ലാവരും പറയും. പക്ഷെ പിന്നെ ഫിക്കറുകളാണെങ്കിലോ, ഫിക്കറുകളാകുമ്പോൾ നന്നായിട്ട് ബുദ്ധിയുള്ള ആളുകളാണെന്നൊക്കെ നേരത്തിൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അതിന് എന്ത് ചെയ്യുള്ളൂ, പിന്നെ ധാതുതത്തെ അല്ലെ. എന്നാലോ ആ ഒറ്റ കാരണം കൊണ്ടാണ് മൂപ്പര കാലത്ത് എന്തില്ല, പ്രസിദ്ധനായിരുന്നില്ല. കാരണം അതിന്റെ കാരണം എന്താണ്, മുഷ്കിൽ പസന്തി ആയിരുന്നു, ടഫ്നെസ് ആയിരുന്നു. ഉൻകെ ഖയാലാത്ത് കി പേചീദഗി, അദ്ദേഹത്തിന്റെ ചിന്തകളുടെ സങ്കീർണത. ഇവിടെ കോംപ്ലക്സിറ്റി എന്നാണ് പറഞ്ഞത്, മറ്റടുത്ത് കോംപ്ലക്സ് എന്നല്ല നമ്മൾ പറഞ്ഞത്, ഇവിടെ കോംപ്ലക്സിറ്റിയുടെ സങ്കീർണത. അദ്ദേഹത്തിന്റെ ചിന്തകളുടെ സങ്കീർണത മൂലം ഗാലിബിക്ക് ഷായരിമേ, ഗാലിബിന്റെ കവിതയിൽ മുഷ്കിൽ പസന്തി ആയി. ദർ ആന എന്ന് പറഞ്ഞാൽ എന്താണ്, ദർ ആന എന്ന് പറഞ്ഞാൽ കടന്നു വരിക എന്നാണ് അർത്ഥം. എന്താണ്, കടന്നു വരിക. ഓക്കെ. ഉൻകെ ഖയാലാത്ത് പേചീദഗി വസ, ഇത് അപ്പോ എന്താണ്, അദ്ദേഹത്തിന്റെ ചിന്തകളുടെ കോംപ്ലക്സിറ്റി, അതായത് പിന്നെ സങ്കീർണത കാരണം കൊണ്ടാണ് ദർആന കടന്നു വരിക. അദ്ദേഹത്തിന്റെ കവിതകളിൽ എന്ത് ചെയ്തു, മുഷ്കിൽ പസന്തി, ടഫ്നെസ് എന്ത് ചെയ്തു, കടന്നു വന്നു. അപ്പൊ സാധാരണക്കാർ ആം ലോക ജോയെ മഖബൂലിയത്ത് നികാസിനെ അല്ലെ, സാധാരണക്കാരൻ എന്താവൂല, അതിനെ ഒരു സ്വീകാര്യമായിട്ടുള്ള നോട്ടത്തിൽ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കൂല. കാരണം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം. അത് പിന്നെ അദ്ദേഹത്തിന്റെ കവിതന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്ത നാലാമത് തഹയ്യുൽ കി പർവാസ്, അതാണ് ഫ്ലൈറ്റ്, അതായത് ഇമാജിനേഷന്റെ പറക്കൽ എന്ന് പറയാം. അതായത് ഇങ്ങനെ മലയാളത്തിൽ പറയാം. ഓക്കെ. അപ്പൊ എന്താ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാല്, മൗജൂദ ഹക്കായിക്ക്, നിലവിലുള്ള നമ്മളുടെ വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇല്ലാത്തൊരു വസ്തുവിലേക്ക് നമ്മൾ എന്ത് എത്തിച്ചേരുക, അല്ലെങ്കിൽ ഇല്ലാത്തൊരു യാഥാർത്ഥ്യത്തിലേക്ക്, ഒരു ഫാക്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുക അല്ലെ. ഉദാഹരണം നമ്മളടുത്ത് എന്തുണ്ട്, പിന്നെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഈ ഇതിനെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെള്ളം എന്നുള്ള സംഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഒരു ഉദാഹരണം പറയാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അപ്പൊ അതിനാണ് എന്ത് പറയാ, ഇല്ല സംഗതികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇല്ലാത്ത സംഗതികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇല്ല സംഗതികളുടെ സഹായത്തോടു കൂടെ, പിന്നെ ഇല്ല ഫാക്ടുകളുടെ സഹായത്തോടു കൂടെ ഇല്ലാത്ത ഒരു ഫാക്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എത്തിച്ചേരുക. അതിനാണ് എന്താ പറയുക, ഇമാജിനേഷൻ പറയുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. നോക്കൂ, ഗാലിബിന്റെ കവിതയിൽ എന്തുണ്ട്, തഹയ്യുൽ കി പർവാസ്, ഇമാജിനേഷൻ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇമാജിനേഷന്റെ മൂലം നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, പ്രത്യക്ഷ ബസാഹിർ എന്താണ്, എന്താണ്, പരസ്പരം ബന്ധമില്ലാത്ത വസ്തുക്കളെ മൂപ്പർ എന്താവുന്നതാണ് ഒന്നിപ്പിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു ബന്ധം മൂപ്പർ എന്താവും കണ്ടെത്തുന്നതാണ്. അത് എന്തിലൂടെ മൂപ്പർ കണ്ടെത്തുന്നത്, ഭാവനയിലൂടെ. നോക്കാം. മൗജൂദ ഹഖായിഖ് സരിയെ, നിലവിലുള്ള ഫാക്ടുകളിലൂടെ നാ മാലൂം ഹഖായിഖ് തക്ക് പहुंचने ത്വരീഖ, എന്താണ്, ഇതുവരെ അറിയാത്ത ഫാക്ടുകളിലേക്ക് എന്താണ്, തക്ക് അക്കായിക്ക് തക്ക് പൗഞ്ചിനേക്ക ത്വരീക്ക രീതി എന്താണ്, ഉൻകെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ബഹുബി നസറാത്ത ഹേ എന്നാണ്, നല്ലോണം ബഹുബി എന്ന് പറയുന്നതാണ്. ബഹുബി എന്ന് പറഞ്ഞാൽ നല്ലോണം, വേണ്ട വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണാവുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. അതായത് ഉള്ള സംഗതികൾ വെച്ചിട്ട് ഉള്ള സംഗതികളുടെ സഹായത്തോടുകൂടെ ഇല്ലാത്ത ഫാക്ടിലേക്ക് എത്തുന്ന ശൈലി അദ്ദേഹത്തിന്റെ കവിതകളിൽ എന്താണ്, ബഹുബി നസർ ആത്താ ഹേ. ഉദാഹരണം പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയുണ്ടോ, ഞങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതിയുന്ന ഒരു കവിതയുണ്ടോ, ബൂയേ ഗുൽ. ഇതൊരു കവിതയാണ് കേട്ടോ, ഇത് കവിതയാണ്. ബൂയേ ഗുൽ നാലേ ദിൽ ദൂദേ ചറാഗേ മഹ്ഫിൽ जो तेरी बसम से निकला सो परेशान निकला. അപ്പൊ എന്താ പറയുക, ബൂ എന്നാണ് പറഞ്ഞ മണം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഗുൽ എന്ന് പറഞ്ഞ പുഷ്പം എന്നറിയാം. ബൂയെ ഗുൽ പറഞ്ഞാലോ പുഷ്പത്തിന്റെ ഗന്ധം, അതാണ് നറുമണം അല്ലെ, സുഗന്ധം, പുഷ്പത്തിന്റെ സുഗന്ധം. നാല എന്ന് പറഞ്ഞ വിലാപം, ദിൽ പറഞ്ഞ മനസ്സിന്റെ വിലാപം.
ദൂത് പറഞ്ഞാൽ പുക. ദൂത് ചെറാഗ് എന്ന് പറഞ്ഞാലോ, പിന്നെ ചെറാഗ് എന്ന് പറഞ്ഞാൽ വിളക്കിന്റെ പുക ഏത് മഹ്ഫിൽ, ദൂത് ചെറായി മഹ്ഫിൽ പറഞ്ഞാലോ, പിന്നെ സദസ്സിൽ വിളക്കിന്റെ പുക. ഉദാഹരണം, ഒരു സദസ്സ് ഒരുങ്ങുമ്പോ അവിടെ എന്തുണ്ടാവും, നല്ല വിളക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഒരുപാട് പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും ഒരു സദസ്സ്. പിന്നെ അവിടെ ആരുണ്ടാവും, കാമുകന്മാരുണ്ടാവും. അപ്പൊ കാമുക ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ അപ്പൊ ആ മഹഫിൽ ആരൊക്കെ ഉണ്ടാവും അവിടെ പിന്നെ നാലേദിൽ എന്ന് പറഞ്ഞാൽ ആരിനെ പ്രതിനിധീകരിക്കാൻ ചെയ്യണത്, ഹൃദയത്തിന്റെ എന്താണ് നാലാന്ന് പറഞ്ഞ വിലാപം അല്ലെ, അത് ആരാണ്, കാമുകന്മാര്. ബൂയകുല് എന്ന് പറഞ്ഞാലോ, കാമുകി വരുന്ന രീതിയിൽ മഹഫിൽ എന്തായിരുന്നാണ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ദൂത് ചെറായി മഹഫിൽ എന്ന് പറഞ്ഞാലോ, പിന്നെ കാമുകി വരുന്ന കരുതിയിട്ട് കാമുകലെ സദസ്സിന്റെ അവിടെ എന്താണെന്നാണ് ഒരു വിളക്ക് എന്താണെന്നാണ് വെക്കും. ഇതൊക്കെ ഒരു സദസ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഇത് തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധമില്ല. ബൂയകുല്ലും അതുപോലെ തന്നെ നാലേദില്ലും അതുപോലെ ദൂത് ചെറായ മഹഫിൽ, ഇത് പരസ്പര പ്രത്യക്ഷത്തിൽ നോക്കിയാൽ എങ്ങനെ നോക്കിയാലും എന്തില്ല, ഒരു ബന്ധമായി കാണാൻ സാധിക്കില്ല നമുക്ക് അല്ലെ. നേരെ മറിച്ച് ജോ തെരി ബസം സെ നിക്കല, നിന്റെ സദസ്സിൽ നിന്ന് എന്താണ് പുറത്തു പോയവരില്ലേ, സോ പെരീഷാനിക്കലോ, അവരൊക്കെ എന്ത് ചെയ്തു വളരെ വിഷമിച്ചിട്ടാണ് നിന്റെ കാമുകയും നിന്റെ സദസ്സിൽ നിന്ന് പോയവരൊക്കെ. സോ പെരീഷാനിക്കല, വളരെ എങ്ങനെ പോയിക്കുന്നത്, പെരീഷാനായെന്ന് പറഞ്ഞാല് നിന്റെ സദസ്സിൽ നിന്ന് പോന്നവരൊക്കെ എങ്ങനത്തെ ആരായിരുന്നു, ദുഃഖിതരായിരുന്നു. നിക്കല എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം താന്നാണ് അർത്ഥം കേട്ടോ. നിക്കല എന്ന് പറഞ്ഞാൽ താന്നാണ് അർത്ഥം. നിന്റെ സദസ്സിൽ നിന്ന് പോയവരൊക്കെ എങ്ങനെയാണ് പോയിരിക്കുന്നത്, ദുഃഖിച്ചവരായിക്കൊണ്ടാണ് അവരൊക്കെ നിന്റെ സദസ്സിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പൊ ആരൊക്കെ, ഈ ഗുല്ല എങ്ങനെയൊക്കെ സദസ്സ് കൂടിക്കഴിഞ്ഞാൽ പോകുമ്പോഴേക്ക് ഗുല്ലിന്റെ മണം പോയിട്ടുണ്ടാവും അല്ലെ. പിന്നമാർക്ക് നാലേദിൽ അവിടെ കാമുകന്മാര്. അബ്ദൂദ് ചെറാ മാഫിൽ എന്താവുന്നതാണ്, വിളക്ക് കത്തി അവസാനം കെടാനാവുമ്പോഴേ പുക ഉണ്ടാവൂലേ, അതും. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തു, നീ പോകുമ്പോ നിന്റെ സദസ്സിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. ആരൊക്കെ, പിന്നെ പൂ പോകുന്നുണ്ട്, അതുപോലെ കാമുകന്മാര് പോകുന്നുണ്ട്, അതുപോലെ തന്നെ വിളക്കം കെടുന്നുണ്ട്, പിന്നെ പുഷ്പത്തിന്റെ നിറം മണം ചെയ്തിരിക്കുന്നു, കെട്ടിരിക്കുന്നു, എല്ലാവരും പോയിരിക്കുന്നു. ഇവരൊക്കെ നിന്റെ മതശാസ്ത്ര നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ പുറപ്പെട്ടിരിക്കുന്നത്, അവരൊക്കെ ദുഃഖിതരായിക്കൊണ്ട് വിഷണ്ണരായിക്കൊണ്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണ്, ഇവിടെ ഈ ബൂയകുല്ലിനെയും നാലേദിലിനെയും ദൂത് ചെറായ മഹ്ഫിലിനെയും മൂപ്പരെന്ത് ചെയ്തു, ഒന്നിപ്പിച്ചു. എന്തില്, പെരീഷാനി ദുഃഖം, പ്രയാസം എന്നതിൽ എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ പുഷ്പം ഈ ലോകത്ത് നിന്റെ സദസ്സിൽ നിന്ന് പോയി, അതുപോലെ കാമുകന്മാരും പോയി, വിളക്കും കെട്ടു. ഇവരൊക്കെ എങ്ങനെയാണ് നിന്റെ സദസ്സിൽ നിന്ന് പോയെന്നറിയോ, കാമുകയും ജോ തെരി ബസം സെ നിക്കല, സോ പെരീഷാൻ നിക്കല. നിന്റെ സദസ്സിൽ നിന്ന് പോയവരൊക്കെ എന്താണ്, വിഷണ്ണരായിരുന്നു എന്ന ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്താക്കിയത്. കഴിഞ്ഞോ, അടുത്ത 5 എന്തായിരുന്നു, അഞ്ചാമത്തെ എന്താണ് പറയൂ, അഞ്ചാമത്തെ മൈനി ആഫ്രീനി അല്ലെ. മൈനി ആഫ്രീനി പറഞ്ഞ എന്താണ്, മോക്കോ महल के हिसाब से महल के हिसाब से उनकी शायरी में नए मफहूम बरामद होते हैं अല്ലെ. ബർആമദ് ഹോന എന്ന് പറഞ്ഞാൽ നിക്കല്ല, പുറത്തു വരിക കേട്ടോ. ബർആമദ് ഹോത്തെ ഹേ. മൈനി ആഫ്രീനി പറഞ്ഞത് അഞ്ചാമത്തത്, മൈനി ആഫ്രീനി അല്ലെ. മൈനി ആഫ്രീനി മുട്ടാണ് മൈനി ആഫ്രീനി. ओके, മൈനി ആഫ്രീനി പറഞ്ഞ മോക്കോ महल के हिसाब से उनकी शायरी में എഴുതിക്കോട്ടോ. മോക്കോ महल के हिसाब से उनकी शायरी में नए मफहूम बरामद होते हैं, പുറത്തു വരുന്നു അല്ലേ. ഓക്കെ, അടുത്തത് ആറാമത്തത് എന്താണ് അറിയോ, शीरो अदब से वफादारी. उन्होंने
अपनी शायरी में अदबियत का अदबियत ले अदबियत का शान बरकरार रखा നിലനിർത്തി ബർക്കറാർ രഖ്ന എന്ന് പറഞ്ഞാല് നിലനിർത്തുക നിലനിർത്തി കണ്ടിന്യൂ ചെയ്തു നിലനിർത്തി എന്താ പറയാ ബർക്കറാർ രഖ്ന എന്ന് പറയാം കേട്ടോ രക്ക ഊന്നോലെ അദ്ദേഹം ചെയ്തു പിന്നെ എന്താണ് ഷായരി അദബിയത്ത് ഷാൻ ബർക്കറാർ രക്ക എന്താണ് ആ मकबूलियत मिलने के लिए मकबूलियत मिलने के लिए उसमें कोई किसी भी तरह का നക്കിയ ഒരു ചേടുചാട് കാരണം ചേടുന്ന പറഞ്ഞാൽ ഒരു അലങ്കോലപ്പെടുത്തലും മൂപ്പര് നദീനെ നടത്തിയില്ല. അത് ആ മക്കബൂലിയത്തുകാരൻ എന്താണ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചിലവരെന്ത് ചെയ്യും മൂപ്പർക്ക് ചെയ്യാമായിരുന്നു എന്ത് സാധാരണ രീതിയിൽ മൂപ്പര് പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് എന്ത് ചെയ്യാമായിരുന്നു തന്റെ വിചാരങ്ങളെ സാധാരണ ഭാഷയിൽ പ്രകടിപ്പിക്കാമായിരുന്നു. മൂപ്പര ഫിക്കറിനെ മൂപ്പര് എന്ത് ചെയ്യാമായിരുന്നു ഒഴിവാക്കാമായിരുന്നു. ഫൽസഫനെ മൂപ്പർക്ക് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ മൂപ്പര് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യും മൂപ്പര് കൊട്ടാര കവി അല്ലെങ്കിൽ മറ്റുള്ള കഥകൾക്കും ആ കാലഘട്ടത്തിൽ മൂപ്പര് ഭയങ്കര ഫേമസ് ആകുമായിരുന്നു. പക്ഷെ അങ്ങനെ മൂപ്പര് ഒരിക്കലും ചെയ്തില്ല. കാരണം മൂപ്പര് എന്ത് ചെയ്തു എല്ലാം ഇപ്പോഴും എന്ത് ചെയ്തു ഷീറോ അദബ്സ് വഫാദാരി ലോയൽ വഫാദാരി പറഞ്ഞാല് ലോയൽറ്റി എന്ന് പറഞ്ഞാല് അത് ഷീറിനും അദബിന് എന്ത് ഉണ്ടായിരുന്നു ദുനിയാക്കോ ജയ്സെ ദേക്കാം വൈസെ ഉനോനെ ദുനിയാക്കോ എന്ത് ചെയ്തു പേഷ് കിയ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത് മൂപ്പരുടെ കവിതന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്ത ഏതാണ് ഏഴാമത്തെ എന്തായിരുന്നു? ഏഴാമത്തെ जिंदगी की बहरूब अदाएं जिंदगी की बहरूब अदाएं 7 जिंदगी की बहरूब अदाएं अदाएं എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? അദാ എന്ന് പറഞ്ഞാണ് आपकी हर अदा पर मैं फिदा हूं എന്ന് പറഞ്ഞാണ് അദാ എന്ന് പറഞ്ഞാൽ ചേഷ്ടി അല്ലേ? ചേഷ്ടി അത് രൂപം എന്താണ് ബഹരൂപ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് എന്താവുന്നതാണ് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കവിതകളില് ജീവിതത്തിന്റെ വ്യത്യസ്ത വർണ്ണങ്ങൾ ജീവിതം ഒരു വർണ്ണമല്ലല്ലോ വ്യത്യസ്ത വർണ്ണങ്ങളാൽ അലങ്കൃതമാണ് എന്ത് നമ്മുടെ ജീവിതം അല്ലെ? രംഗാരംഗ് ചീസോൻസെ ആറാസ്ത ഹേ ഹമാരി ജിന്ദഗി അല്ലെ? നമ്മുടെ ജീവിതം എന്താണ് വ്യത്യസ്ത വർണ്ണങ്ങളാൽ എന്താണ് അലങ്കൃതമാണ് അല്ലെ? അപ്പൊ മൂപ്പര് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് യഹാം ഉൻകെ യഹാ जिंदगी उनके यहाँ जिंदगी और इंसान मुख्तलिफ सूरतों में नजर आते हैं കാണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കവിതകളിൽ ജീവിതവും മനുഷ്യന്റെയും ഇതുപോലെ ഞാൻ വിട്ടുപോകട്ടോ ഇൻസാൻ എന്താണ് അദ്ദേഹത്തിന്റെ കവിതകളില് ജീവിതവും മനുഷ്യനും എന്ത് ചെയ്യുന്നു വ്യത്യസ്ത രൂപങ്ങളിൽ എന്ത് ചെയ്യുന്നു കാണുന്നതാണ്. പിന്നെ അദ്ദേഹം മനുഷ്യന്മാർക്ക് പല വശങ്ങളുണ്ട് അല്ലെ? മനുഷ്യന്മാർക്ക് എന്തുണ്ട് ഒരുപാട് വശങ്ങളുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഉദാഹരണത്തിന് പിന്നെ അതിനൊരു ഉദാഹരണം കവിത ഉണ്ടായി അതില് കോടനക്കൽ കർണക്ക് ബോൾ ഗയാത്ത എവിടെ कोई आगाह नहीं മനുഷ്യന്മാരെന്നാണ് നല്ലവരുണ്ടാവും ചീത്തവരുണ്ടാവില്ലേ? कोई आगाह नहीं कोई आगाह नहीं बातिन हम दिगर से बातिन आगाह नहीं कोई आगाह नहीं बातिन हम दीगर से
दीगर से ले दीगर से कोई आगाह नहीं बातिन हम दीगर 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 അറിയില്ലേ മറ്റേ हम दीगर से ബാഹം ദിഗർ എന്നാണ് അവിടെ തോന്നുട്ടോ ബാഹം ദിഗർ എന്ന തോന്നുന്നു ചിലപ്പോ അങ്ങനെ കാര്യം പരസ്പരം പരസ്പര എന്നാണ് അർത്ഥം ഹേ ഹർ ഏക് ഫർദ് ഹേ हर एक फर्द हर एक फर्द हे हर एक फर्द जहान में वर्क ना खांदा फर्द जहान में जहान में जहान में जहान में वर्क ना खांदा वर्क ना खांदा ഇതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന്മാരുടെ വിവിധ രൂപങ്ങളിൽ നല്ലവരുണ്ടാവും ചീത്തരുണ്ടാവും ഒരേ മനുഷ്യന്റെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് എന്താവുന്നതാണ് കാണാൻ സാധിക്കുന്നതാണ് അല്ലെ. ആർക്കും അറിയില്ല ബാത്തിൻ എന്ത് ആന്തരികമായിട്ടുള്ള ഉള്ളി നമുക്ക് ആർക്കും അറിയില്ല. ബാഹം ദിഗർസ് ആരും പരസ്പരം എന്തല്ല അണക്കിന്റെ മനസ്സും അറിയില്ല എന്താണ് എനിക്ക് എന്റെ മനസ്സും എന്താവില്ല അറിയില്ല. ആരും ഇതല്ല പരസ്പരത്തിന്റെ ഉള്ളിൽ എന്താണുള്ളത് ആർക്കും അറിയില്ല. പിന്നെന്താ മൂപ്പര് പറയണത് ഹേ ഹർ ഏക് ഫർദ് ജഹാൻ മേ വർക നാ ഖാന്ദ എന്താണ് ഈ ഹർ ഏക് ഫർദ് ഓരോ വ്യക്തിയും ജഹാൻ മേ ലോകത്തിൽ ഓരോ വ്യക്തിയും ഹർ ഏക് ഫർദ് പറഞ്ഞ വ്യക്തിയിലെ ഷഖ്സ് എന്താണ് വർക്ക് പറഞ്ഞ പേപ്പറാണ് ഇങ്ങനത്തെ പേജാണ് ഇങ്ങനത്തെ പേജ് നാ ഖാന്ദ പഠിക്കാൻ വായിക്കാത്ത പേജാണ്. ഏതൊരു വ്യക്തിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു വായിക്കപ്പെടാത്തൊരു പേജ് നമുക്ക് എന്താവുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അത് ആരുടെ മധ്യത്തിലും കാണാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് ചിലർ നല്ലവരുണ്ടാവും എത്ര നല്ലവരാണെങ്കിലും അവർക്ക് എന്തുണ്ടാവും ഒരു പാസ്റ്റ് ഉണ്ടാവും. ആ പാസ്റ്റ് അവൻ എന്തെങ്കിലും ഓർക്കാൻ കഴിയാത്തൊരു പാസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും. അതുപോലെ എത്ര ചെയ്ത വ്യക്തിയാണെങ്കിലും അവന്റെ ഉള്ളിൽ നല്ലൊരു വശം ഉണ്ടാവും. ഇതാണ് മനുഷ്യന്മാരുടെ വിവിധ രൂപങ്ങള് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഗാലിബിക്ക് ഷായരിമേ ദേഖ്നോ മിൽത്തി ഹേ കാണാൻ സാധിക്കുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ അതാണ് ബസ്ക ദുഷ്വാർ ഹേ എന്നാണ് ബസ്ക ദുഷ്വാർ ഹേ ഇവിടെ ഞാൻ ഒരു ഇത് നോട്ട് ചെയ്തിരുന്നു. ബസ്ക ദുഷ്വാർ ഹേ ബസ്കെ ഇത് ഇവിടെ നോട്ട് ചെയ്യേണ്ടിയിരുന്നുണ്ടോ? ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഷീറോ അദബ്സെ വഫാദാരി എന്ന് പറഞ്ഞില്ലേ. പിന്നെ മൂപ്പരുടെ കവിതനെ കുറിച്ച് മൂപ്പരുടെ കാഴ്ചപ്പാട് എന്താണ് അറിയോ? കവിതനെ കുറിച്ചുള്ള മൂപ്പരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാല് ഇതാണ് എഴുതി വെച്ചോ. ഏ ഷീർ മൂപ്പര കവിതനെ കുറിച്ചുള്ള മൂപ്പരുടെ നിലപാട് പറയട്ടോ. ഏ ഷീർ ഇത് എവിടെ എഴുതേണ്ടത്? ഇത് 6ാമത്തെ പോയിന്റ് എഴുതിയില്ലേ അതിന്റെ ചോട്ടിൽ എഴുതേണ്ടതാണ്. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഇപ്പൊ എഴുതിയിട്ട് സമയം കളയണില്ല. നമുക്ക് 6ാമത്തെ പോയിന്റ് പറയുന്നത് ഏ ഷീറോ അദബ് എന്താണ് ഏ ഷീർ ഈ കവിതയെ കവിതനെ അഭിമുഖീകരിച്ചിട്ട് പറയാണ് എന്ത് പറയുന്നത് ഏ ഷീർ ഏ കവിതയെ ദിൽ ഫരീദ് ന ഹോ തോ ഹം നഹീ എന്താണ് മനോഹരമല്ല എന്താണ് മനോഹരമല്ല എങ്കില് കുഴപ്പമില്ല. ഗം നഹി എന്ന് പറഞ്ഞാൽ ദുഃഖമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല എന്നാ പ്രശ്നമുണ്ടോ? ഡോണ്ട് വരി പ്രശ്നമില്ല. എന്താണ് ഏ ഷീർ കവിയെ ദിൽ ഫരീദ് ന ഹോ തോ എന്താണ് നീ അതെല്ലാം അത്ര ആകർഷണീയമല്ല എങ്കില് ഗം നഹി കുഴപ്പമില്ല. പക്ഷേ തുജ് പർ ഹീഫ് ഹേ നിനക്ക് കഷ്ടം നിനക്ക് നാശം. ജോനോഹോ ദിൽഗുദാസ് ദിൽഗുദാസ് മനസ്സ് നോവുന്നില്ല എന്നെങ്കില് നിന്റെ കവിത വായിച്ചിട്ട് നിന്റെ കവിതന്റെ ഉള്ളിൽ മനസ്സ് നോവാനില്ല സാമാന്യം ഇല്ല എന്നെങ്കില് അന്റെ കവിത ഒന്നിനും പറ്റൂല്ല എന്നാണ് ഗാലിബിന്റെ അഭിപ്രായം. അപ്പൊ എന്ത് വേണം കവിത എഴുതുമ്പോൾ അതിനെന്ത് വേണം? ദിൽഗുദാസ് ഹോനാ ദിൽഗുദാസി के लिए सामान मुयस्सर होना चाहिए. अगर उन चीजों से उनसे शायरी महरूम हो जाती है तो वो अपने असर अपने आप खो देते हैं. സ്വാധീനം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവുന്നതാണ് നഷ്ടപ്പെടുന്നതാണ്. മൂപ്പരെ പറയാണ് കവിത അത്ര ആകർഷണീയമായിട്ടുള്ള കുഴപ്പമില്ല. പക്ഷെ കവിതയിൽ എന്ത് വേണം? മനസ്സ് നോവുന്ന കാര്യങ്ങൾ അതിൽ എന്താണ് ഗുദാസിക്ക് അനാസിർ എന്താണ് മൂജിദ് ഹോനാ ചാഹിയേ. ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗാലിബിന്റെ കവിത പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏതാണ്? നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പൊ നമ്മൾ ഷായരി നമ്മൾ എന്ത് ചെയ്തു ഓക്കെ ആയില്ലേ 100% നമ്മൾ പൂർത്തിയാക്കി. കുറച്ച് നമ്മൾ അങ്ങനെ പഠിക്കും. ഹയാത്തിനെ പഠിക്കുന്ന നാളെ നമ്മൾ ചെറിയ തോതിൽ നമ്മൾ എന്താവുന്നതാണ് ഹയാത്ത് പഠിക്കും. പേജ് നമ്പർ നാളത്തെ പേജ് നമ്പർ നാളെ പറയാം. ഓക്കെ ഖുദാ ഹാഫിസ്. അസ്സലാമു അലൈക്കും.